എന്ത് തെറ്റുകൾ ചെയ്തവരാണെങ്കിലും ഇപ്പൊ അല്ലാഹു തൗബ സ്വീകരിക്കും. തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തിയാൽ അല്ലാഹു തൗബ സ്വീകരിക്കില്ല. സൂറെന്ന കാഹളത്തിന്റെ ഊത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തൗബ സ്വീകരിക്കില്ല. ഈ രണ്ട് അവസ്ഥയും എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതിന് മുമ്പ് തൗബ ചെയ്യണമെന്നർത്ഥം. വൈകിക്കണ്ട, ഏത് സമയത്ത് നമ്മൾ പിടിക്കപ്പെടാം. നിന്റെ ചെരുപ്പിന്റെ വാറ് നിന്റെ കാലിനോട് എത്രമാത്രം ചേർന്ന് കിടക്കുന്നു, അതിനേക്കാൾ കൂടുതൽ നീ മരണത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നാളെ നരകത്തിൽ കടക്കാതിരിക്കാൻ നീ നിന്റെ കണ്ണുകൾ കൊണ്ട് ഹറാം കാണാതിരിക്കണം. മുഹമ്മദ് മുസ്തഫ. എന്താണ് സഹോദരങ്ങളെ നരകം? നരകം എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്സാര സംഗതിയാണോ? ചെറിയ സംഗതിയായിട്ടാണോ നരകത്തെ മനസ്സിലാക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നരകത്തെ കുറിച്ചൊന്ന് പറയണേ നബിയേ. നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ റസൂലേ. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഞാൻ പറയൂല, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല വലുത്, നിങ്ങളുടെ ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയൂല, നിങ്ങളുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയൂല. അതുകൊണ്ട് ഏറ്റവും ചെറിയ ശിക്ഷ ഞാൻ പറഞ്ഞുതരാം. സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിക്കും, നമ്മുടെ ഈ കാഴ്ച, ഈ കണ്ണും നമ്മുടെ ഈ കേൾവിയൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കൂല എന്നാണ് കരുതുന്നത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസൂലാ. അല്ലാഹു നിനക്ക് നൽകിയ കണ്ണില്ലയോ, നിനക്ക് നൽകിയ കാതില്ലയോ, നിനക്ക് നൽകിയ ഹൃദയമില്ലയോ, എല്ലാത്തിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദിക്കുമേ എന്ന് വിശുദ്ധ ഖുർആൻ. ഈ കണ്ണുകൊണ്ട് നീ എന്ത് കണ്ടു? ഈ കാതുകൊണ്ട് നീ എന്ത് കേട്ടു? ഹലാലാണോ കേട്ടത്? ഈ കണ്ണുകൊണ്ട് ഹലാലാണോ നീ കണ്ടത്? ഈ ഹൃദയം കൊണ്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണോ നീ ചിന്തിച്ചത്? എന്താണ് നീ ഹൃദയത്തിൽ താലോലിച്ച് നടന്നത്? എന്താണ് നിന്റെ കാതുകൊണ്ട് നീ കേട്ടുകൊണ്ട് നടന്നത്? എന്താണ് നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടുകൊണ്ട് നടന്നത്? ഒക്കെ ചോദിക്കുക. ഇതെല്ലാം ചോദിച്ചിട്ടാണ് വിചാരണ വരിക. സുബ്ഹാനല്ലാഹ്, വിചാരണ ചെറുതല്ലല്ലോ. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, കണ്ണുകൊണ്ട് ഹറാമ കാണാതിരുന്നാൽ രക്ഷയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നരകത്തിൽ തൊട്ട് കാവൽ. നബിതങ്ങളുടെ സഹാബത്ത് ചോദിച്ചു, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഒന്ന് പറഞ്ഞതാ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ പറഞ്ഞു തരാം. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ കേട്ടോളി, ഏറ്റവും ചെറിയ ശിക്ഷ. നരകത്തിൽ ഒരു വ്യക്തി കടന്നാൽ അവിടെ കിട്ടുന്ന ഏറ്റവും ലോക്കൽ, ഏറ്റവും ചെറിയ ശിക്ഷ ഏതാണ്? പഠിക്കണം നമ്മൾ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അഹ്വന അഹ്ലിൻ നാരി അദാബാ മല്ലഹു നഅലാനി വശറാഖാൻ യഗ്ലി മിൻഹുമാ ദിമാഗുഹു കമാ യഗ്ലിൽ മിർജലു. ോടനുബന്ധിച്ച് നടന്ന മതവിജ്ഞാന വേദിയിൽ ഇൽമ കേൾക്കാൻ വന്ന സഹോദരാ സഹോദരി, കേൾക്കണേ, അറിവാണ്, ഇൽമാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവേ ഞങ്ങളെ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. ഇന്നഹു അഹ്ലിൻ നാരി അദാബാ. സ്വഹാബാ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ? മല്ലഹു നഅലാനി വശറാഖാൻ. നരകത്തിലേക്ക് കടക്കുന്നവന് അവിടെ യഥാ പാദരക്ഷ ധരിപ്പിക്കുകയാണ്, അവന്റെ കാലിലേക്ക് 2 ചെരുപ്പുകൾ ധരിപ്പിക്കുകയാണ്, ഹവായി ചെരുപ്പ് പോലെയുള്ളതാകുന്ന ചെരുപ്പ് ധരിപ്പിക്കുകയാണ്. വശറാഖാൻ, അതിന് 2 വള്ളിയുണ്ടത്രേ, അഥവാ ഹവായി ചെരുപ്പ് പോലെയുള്ള ചെരുപ്പ് അവന്റെ കാലിലേക്ക് ധരിപ്പിക്കുകയാണ്. മിന്നാർ
തീയിനാൽ പടക്കപ്പെട്ട ചെരുപ്പാണ് സാബ, തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട ചെരുപ്പാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. യഗ്ലി മിൻഹുമാ ദിമാഉഹു കമാ യഗ്ലിൽ മിർജലു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ചെരുപ്പ് കാലിലേക്ക് ഇടുന്നതായ വ്യക്തിയുടെ കാലിനടിയിൽ നിന്ന് വല്ലാത്ത ചൂടങ്ങ് പ്രവഹിക്കുകയാണ്. അവന്റെ മുട്ടിലൂടെ, അവന്റെ തുടയിലൂടെ, അവന്റെ ആമാശയം കത്തിച്ചൊലിച്ചുകൊണ്ട് അവൻ അന്നനാളത്തിലൂടെ, അവന്റെ കഴുത്തിലൂടെ, അവന്റെ തലച്ചോറിലേക്ക് അതിന്റെ ചൂടെത്തുമത്രേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, യഗ്ലി മിൻഹുമാ ദിമാഉഹു, അവന്റെ തലച്ചോറ് ഉരുളുകയാണ്, തലച്ചോറ് പൊട്ടിത്തെറിക്കുകയാണ്. കമാ യഗ്ലിൽ മിർജലു, കറി വെക്കുന്ന ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകിടുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് പോലെ, അത് ചൂടാകുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് പോലെ തലച്ചോറ് വെന്തുരുകി കാലിൽ ധരിപ്പിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ ചൂട് നിമിത്തമായി തലച്ചോറ് വെന്തുരുകി പുറത്തേക്ക് വരുമത്രയെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതാണ് ഏറ്റവും ലോക്കൽ ശിക്ഷ, ഏറ്റവും ചെറിയ ശിക്ഷ. ചെരുപ്പ് ചെന്നവിടെ മോനെ ഇങ്ങോട്ട് ഇതോട്ടോളം ഇടൂല, എനിക്ക് വേണ്ട, തീയല്ലേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചങ്ങോട്ട് ഇടിക്കും, നിർബന്ധിച്ചിടിക്കും. അതല്ലേ ഇവിടെ ഉള്ളൂ. പിടിക്കണം അവനെ, വലിക്കട, കെട്ടട, പിടിച്ചെറിയടാ. പരിപാടി മയം ചെയ്യലൊന്നും അവിടെ ഇല്ല. നിർബന്ധിച്ചിടിക്കും. ഈ ചെരുപ്പങ്ങോട്ടിരുന്നതോടുകൂടി അവന്റെ കാലിനടിയിൽ നിന്ന് വരുന്നതാകുന്ന ചൂട് അവന്റെ തലച്ചോറിലേക്ക് എത്തിയിട്ട് തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമത്രേ. കറിവെക്കുന്ന ചട്ടിയിൽ എണ്ണ തിളച്ചു മറിയുന്നത് പോലെ അവന്റെ തലച്ചോറ് പുറത്തു വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എടാ, അതുകൊണ്ടല്ലേ എല്ലാ ദിവസവും സുബൈ നിസ്കരിച്ചിട്ടും മഗ്രിബ് നിസ്കരിച്ചിട്ടും ഇമാം ഉൾപ്പെടെ എല്ലാവരും കിബിർ കവിയുമായിരുന്നിട്ട് അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യവും അല്ലാഹുമ്മ അജിർനി മിനന്നാർ, നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ് എന്ന് 7 പ്രാവശ്യം ചൊല്ലും. രാവിലെ പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും ചെല്ലുന്നവരുടെ കാര്യം പറയുന്നത്, അല്ലാത്തൊരു സുബഹികരിക്കാത്തവന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ചെല്ലുന്നവരുടെ കാര്യം അല്ലാഹു നമുക്കത് ചെല്ലാൻ ഇബാദത്തെടുക്കാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. അനക്കമടങ്ങാതെ കിബിലക്കവുമായിട്ടിരിക്കും, ചാടി എഴുന്നേറ്റോടൂല. ഇമാമിനോടൊപ്പം മൗമൂമികളും എല്ലാവരും തന്നെ ഇരിക്കും. സുബഹി കഴിഞ്ഞു, മഗ്രിബ് കഴിഞ്ഞു, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം പറയും. അല്ലാഹുമ്മ അജിർനി മിനന്നാർ 7 പ്രാവശ്യം. നരകത്തെ തൊട്ട് അല്ലാഹ് എന്നെ നീ കാക്കണേ അല്ലാഹ്. എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ പള്ളികളുടെ മെഹ്റാബിലും ഇമാം ദുആ ചെയ്യും 3 പ്രാവശ്യം. അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റനാ